ഹലോ, നമുക്കിന്ന് കുക്കറിൽ പെട്ടെന്ന് തന്നെ ഒരു പരിപ്പ് പായസം ഉണ്ടാക്കാം. കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. പരിപ്പ് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കൂളായി കഴിഞ്ഞാൽ ഒന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ ക്യാനിൽ വരുന്ന തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പരിപ്പ് ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്ത് ഒരു വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. കുക്കർ ഒരു വിസിലടിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂളായി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പരിപ്പ് ഇവിടെ ഹാഫ് വേവായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് പരിപ്പ് എടുത്ത് മാറ്റി വയ്ക്കാം. 500 ml തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്നുകൂടി വേവിച്ചെടുക്കാം. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പിട്ട് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ബാക്കി വരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പ് പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.